ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യൻ ബിസ്മാർക്ക്, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യൻ ബിസ്മാർക്ക്, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. 1875 ഒക്ടോബർ 31 ഗുജറാത്തിലെ നാദിയാഡിൽ ജനിച്ചു. 1875 ഒക്ടോബർ 31 ഗുജറാത്തിലെ നാദിയാഡിലാണ് ജനനം. ജന്മദിനം പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ പഠിക്കാനുള്ളൊരു കാര്യമാണ് 2014 മുതൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിനമായി ആഘോഷിക്കുന്നു. 1875 ഒക്ടോബർ 31 ഗുജറാത്തിലെ നാദിയാഡിൽ ജനിച്ചു. ജന്മദിനവുമായി നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാനുള്ളതാണ്. 2014 മുതൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിനമായി ആഘോഷിക്കുന്നു. സർദാർ വല്ലഭായ് പട്ടേലിനെ മറ്റു ദേശീയ നേതാക്കളിൽ നിന്നും വേറിട്ട് നിർത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ആദ്യ ഉപപ്രധാനമന്ത്രി, ഗുജറാത്ത് സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തി, അധികാരത്തിലിരിക്കെ അന്തരിച്ച ഏക ഉപപ്രധാനമന്ത്രി, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യയുടെ ബിസ്മാർക്ക്, ഇന്ത്യയുടെ പോലീസിന്റെ വന്ധ്യവയോധികൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഹൈദരാബാദ് പോലീസ് അക്കാദമി ആരുടെ പേരിലാണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരിലാണ്. ഹൈദരാബാദ് പോലീസ് അക്കാദമി സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരിലാണ്. കൊല്ലം ജില്ലയിലുള്ള പോലീസ് മ്യൂസിയം ആരുടെ പേരിലാണ്? കൊല്ലം ജില്ലയിലുള്ള പോലീസ് മ്യൂസിയം സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരിലുള്ളതാണ്. 1918 ഖേദ സത്യാഗ്രഹത്തിലെ പ്രമുഖ നേതാവ്, 1928 ബർദോളി സത്യാഗ്രഹത്തിന്റെ നേതാവ്, 1931 മൗലികാവകാശങ്ങൾ ഒപ്പുവെച്ച INC പ്രസിഡന്റ്, ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ മൗലികാവകാശങ്ങളുടെ ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നീ തസ്തികകളിൽ വേറിട്ടു നിൽക്കുന്ന വ്യക്തിത്വമാണ് സർദാർ വല്ലഭായ് പട്ടേൽ. പറയാം. ഹൈദരാബാദ് പോലീസ് അക്കാദമി സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരിലാണ്. കൊല്ലം ജില്ലയിലുള്ള പോലീസ് മ്യൂസിയം ആരുടെ പേരിലാണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരിലാണ്. 1918 ഖേദ സത്യാഗ്രഹത്തിലെ പ്രമുഖ നേതാവ്, 1928 ബർദോളി സത്യാഗ്രഹത്തിന്റെ നേതാവ്, 1918 ഖേദ സത്യാഗ്രഹം, 1928 ബർദോളി സത്യാഗ്രഹം. ഇതിന്റെയൊക്കെ പ്രമുഖ നേതാവാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. 3 വർഷത്തിന് ശേഷം 1931 മൗലികാവകാശങ്ങൾ ഒപ്പുവെച്ച INC പ്രസിഡന്റാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലികാവകാശങ്ങളുടെ ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാനാണ് സർദാർ വല്ലഭായ് പട്ടേൽ. എനിക്ക് ഒരേ ഒരു കൾച്ചറേ അറിയാവൂ, അത് അഗ്രികൾച്ചറാണെന്ന് പറഞ്ഞത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. എനിക്ക് ഒരേ ഒരു കൾച്ചറേ അറിയാവൂ, അത് അഗ്രികൾച്ചറാണ് എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണ്. 1950 ഡിസംബർ 15 അദ്ദേഹം മരണമടയുന്നത്. 1950 ഡിസംബർ 15 അദ്ദേഹം അന്തരിച്ചു. വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയത് ഗാന്ധിജിയാണ്. 1991 മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നൽകി
രാഷ്ട്രം ഇദ്ദേഹത്തെ ആദരിച്ചു. 1991 മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നൽകി രാഷ്ട്രം ഇദ്ദേഹത്തെ ആദരിച്ചു. ഇനി നമുക്ക് ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കാനുള്ളത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. എന്താണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പ്രതിമയാണ് ഏകതാ പ്രതിമ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പ്രതിമയാണ് ഏകതാ പ്രതിമ. 2018 ഒക്ടോബർ 31 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 2018 ഒക്ടോബർ 31 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്തു. നർമ്മദ നദിക്കരയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സർദാർ പട്ടേലിന്റെ 182 മീറ്റർ ഉയരമുള്ള പൂർണ്ണകായ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. നർമ്മദ നദിക്കരയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. എത്ര മീറ്ററാണ് ഉയരം? 182 മീറ്റർ ഉയരമുള്ള പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഏത് നദിക്കരയിലാണ്? നർമ്മദ നദിക്കരയിൽ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പ്രതിമയാണ് ഏകതാ പ്രതിമ. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ശില്പിയാണ് രാം വി സൂദർ. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ശില്പിയാണ് രാം വി സൂദർ. രാം വി സൂദർ ആണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ശില്പി. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ നിർമ്മാണ മേൽനോട്ടം നടത്തിയ കമ്പനിയാണ് ലാർസൻ ആൻഡ് ടൂബ്രോ. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ നിർമ്മാണ മേൽനോട്ടം നടത്തിയ കമ്പനിയാണ് ലാർസൻ ആൻഡ് ടൂബ്രോ. ഇന്ന് നമ്മൾ പഠിച്ചത് ഇന്ത്യയുടെ ബിസ്മാർക്ക്, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചാണ് അല്ലെ. നമുക്കൊന്ന് ടോപ്പിക് റിവിഷൻ ചെയ്യാം. 1875 ഒക്ടോബർ 31 ഗുജറാത്തിലെ നാദിയാഡിലാണ് ജനനം. 1875 ഒക്ടോബർ 31 ഗുജറാത്തിലെ നാദിയാഡിൽ ജനിച്ചു. 2014 മുതൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിനമായി ആഘോഷിക്കുന്നു. എന്നു മുതലാണ് 2014 മുതൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിനമായി ആഘോഷിക്കുന്നു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ വിശേഷണങ്ങൾ നോക്കാം. ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രി, ആദ്യ ഉപപ്രധാനമന്ത്രി, ഗുജറാത്ത് സിംഹം എന്നറിയപ്പെടുന്നു. അധികാരത്തിലിരിക്കെ അന്തരിച്ച ഏക ഉപപ്രധാനമന്ത്രി, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യയുടെ ബിസ്മാർക്ക്, ഇന്ത്യയുടെ പോലീസിന്റെ വന്ധ്യവയോധികൻ. ഹൈദരാബാദ് പോലീസ് അക്കാദമി ആരുടെ പേരിലാണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരിൽ. കൊല്ലം ജില്ലയിലുള്ള പോലീസ് അക്കാദമി കൊല്ലം ജില്ലയിലുള്ള പോലീസ് മ്യൂസിയം ഇദ്ദേഹത്തിന്റെ പേരിലാണ്. 1918 ഖേദ സത്യാഗ്രഹത്തിലെ പ്രമുഖ നേതാവ്, 1928 ബർദോളി സത്യാഗ്രഹത്തിന്റെ നേതാവ്, 1931 മൗലികാവകാശങ്ങൾ ഒപ്പുവെച്ച INC പ്രസിഡന്റ്, ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ മൗലികാവകാശങ്ങളുടെ ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാൻ. എനിക്ക് ഒരേ ഒരു കൾച്ചറെ അറിയാവൂ, അത് അഗ്രികൾച്ചറാണ് എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണ്. വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയത് മഹാത്മാഗാന്ധിജിയാണ്. വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയത് മഹാത്മാഗാന്ധിജിയാണ്. 1950 ഡിസംബർ 15 അദ്ദേഹം അന്തരിച്ചു. 1991 മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നൽകി രാഷ്ട്രം ഇദ്ദേഹത്തെ ആദരിച്ചു. പിന്നെ ഇദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പ്രതിമയായ ഏകതാ പ്രതിമ ഇദ്ദേഹത്തിൻ്റെതാണ്. നർമ്മദാ നദിക്കരയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സർദാർ പട്ടേലിന്റെ 182 മീറ്റർ ഉയരമുള്ള പൂർണ്ണകായ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്.
സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏകതാ പ്രതിമ തന്നെയാണ്. ഓക്കെ, 2018 ഒക്ടോബർ 31 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പ്രതിമയാണിത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ശില്പിയാണ് രാം വി സൂതർ. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ നിർമ്മാണ മേൽനോട്ടം നടത്തിയ കമ്പനിയാണ് ലാർസൻ ആൻഡ് ടൂബ്രോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നോട്ട് ചെയ്യുക, പഠിക്കുക. താങ്ക് യു.